ഇന്നത്തെ പ്രഭാതം തലസ്ഥാനം ഉണർന്നത് ഒരു തീപിടുത്ത വാർത്ത അറിഞ്ഞുകൊണ്ടാണ്. തലസ്ഥാനത്ത് വൻ തീപിടുത്തം. PMGയിലെ TVS സ്കൂട്ടർ ഷോറൂമിനാണ് തീപിടിച്ചത്. 10 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ശാലിനി ചേരുന്നു. ശാലിനി, PMGയിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്ന് അറിയുന്നു. എവിടെ നിന്നാണ് തീ ഉണ്ടായത്? എന്തെല്ലാം അപകടങ്ങൾ സംഭവിച്ചു? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, രാവിലെ തലസ്ഥാന ജില്ല ഉണരുന്നത് നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു അപകട വാർത്ത അല്ലെങ്കിൽ തീപിടുത്ത വാർത്ത കേട്ടുകൊണ്ടാണ്. എന്തായാലും ആ ഒരു വാർത്ത ഏകദേശം 2 മണിക്കൂറിലധികം പിന്നിടുമ്പോൾ ഒരു ശുഭകരമായ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഫയർഫോഴ്സ് മേധാവി അടക്കമുള്ളവർ ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏകദേശം 10ഓളം ഫയർ യൂണിറ്റുകളാണ് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെങ്കൽച്ചൂളയിൽ നിന്നും ഒപ്പം തന്നെ നെടുമങ്ങാട് അടക്കമുള്ള മേഖലയിലെ യൂണിറ്റുകളിൽ നിന്നും എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. PMG, അതായത് തിരുവനന്തപുരത്ത് നിന്നും തിരിയുന്ന PMGയുടെ ലൂർദ് പള്ളിക്ക് നേരെ എതിർവശത്തുള്ള ലോക് ടെക് TVS ഷോറൂമിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. 2 നിലകളിൽ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. അതിന്റെ മുകളിലത്തെ നിലയിൽ നിന്നാണ് തീ ആദ്യം ഉയരുന്നത്, അല്ലെങ്കിൽ അഗ്നിബാധ ആദ്യം സ്ഥിരീകരിക്കുന്നത് അവിടെ നിന്നാണ്. പിന്നീട് ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ള പൊട്ടിത്തെറികളും ശബ്ദങ്ങളും ഒക്കെ കേട്ടിരുന്നു എന്നുള്ളതാണ് TVS ഷോറൂമിന്റെ സെക്യൂരിറ്റി ജീവനക്കാർ MDയോട് പ്രതികരിച്ചിട്ടുള്ളത്. 3:30 ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹം ജീവരക്ഷാർത്ഥം പുറത്തേക്ക് ഇറങ്ങുന്നു. മതിൽ ചാടിക്കടന്ന് തൊട്ട് എതിർവശത്തുള്ള ലൂർദ് പള്ളിയിലെത്തി അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനോട് പറയുകയും തുടർന്നാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചെങ്കൽച്ചൂളയിൽ നിന്ന് എത്തി ഇവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് നെടുമങ്ങാട് അടക്കമുള്ള മേഖലകളിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സുകൾ എത്തി. ഏകദേശം 10ഓളം ഫയർഫോഴ്സുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ 6 ഫയർ യൂണിറ്റുകൾ ഇവിടെ ഉണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ അഗ്നിബാധ ഉള്ള മേഖലയിലും എത്തി ആ തീ അണച്ചതിന് ശേഷം മടങ്ങാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഫയർഫോഴ്സിന്റെ ജില്ലാ മേധാവി സൂരജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇതിന്റെ ഒരു കാരണം എന്നുള്ളത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കേണ്ട ചില സാധനങ്ങൾ സ്റ്റോർ റൂമിന് പുറത്തേക്ക് സൂക്ഷിച്ചിരുന്നു. ഒപ്പം തന്നെ കൂടുതൽ അധിക കൺസ്ട്രക്ഷൻ ഈ കെട്ടിടത്തിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ ഫയർഫോഴ്സിനുള്ളിലേക്ക് കടക്കാനോ ഇല്ല തീ എവിടെയാണ് കത്തുന്നത് എന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് തീ അടയ്ക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഫയർഫോഴ്സിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഈ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന്. പക്ഷേ ഒരു വ്യക്തതയും കൃത്യതയും ഒക്കെ നൽകേണ്ടത് നഗരസഭയും ഫയർഫോഴ്സ് അധികൃതരുമാണ്. അതിലൊരു വ്യക്തത വരും മണിക്കൂറുകളിൽ മാത്രമേ വരികയുള്ളൂ. എന്തായാലും അധിക കൺസ്ട്രക്ഷൻ ഈ കെട്ടിടത്തിൽ നടന്നിട്ടുണ്ട്. അതുമൂലം ഈ ഫയർഫോഴ്സിന് രക്ഷാപ്രവർത്തനം നടത്താൻ അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങളടക്കം പല സമയത്തും അധിക സമയം എടുക്കേണ്ടി വന്നിരുന്നു. ഗ്ലാസ് ഡോറുകളുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും മുകളിലത്തെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് റൂഫിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം തകര ഷീറ്റ് കൊണ്ട് മേഞ്ഞ അല്ലെങ്കിൽ തകര ഷീറ്റ് അടിച്ച ഒരു റൂഫ് നമുക്ക് കാണാം. അതിനുള്ളിലൊക്കെയാണ് ഈ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. വെറും ഒരു ഷോറൂം എന്നതിന് അപ്പുറം ഇത് തലസ്ഥാന ജില്ലയിലെ തന്നെ തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഷോറൂമാണ്. ഏകദേശം 100-ലധികം വാഹനങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. തൊട്ട് പുറകിലായി ഉണ്ടായിരുന്ന ചില വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുമുണ്ട്. 1-ലധികം വാഹനങ്ങൾക്ക് ചില കാര്യമായ രീതിയിൽ ഈ അഗ്നിബാധയിൽ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ വാഹനത്തിന് ഉപയോഗിക്കുന്ന ടയറുകൾ, ഓയിലുകൾ, അങ്ങനെയുള്ള ബാറ്ററികൾ അടക്കമുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് സൂക്ഷിച്ചിരുന്നത്. പല ഓയിലുകൾ അടക്കമുള്ള വാഹനത്തിൽ ഒഴിക്കുന്ന ഓയിലുകൾ അടക്കമുള്ള സാധനങ്ങൾ സ്റ്റോർ റൂമിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട സാധനങ്ങൾ പലതും പുറത്ത് സൂക്ഷിച്ചിരുന്നു. ശാലിനി പറഞ്ഞു വരുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നത് വൻ അപകടം ഒഴിവായി എന്നുള്ളതാണ്. ശാലിനി, ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്താണ്? ഷോർട്ട് സർക്യൂട്ടാണോ, മറ്റെന്തെങ്കിലും അട്ടിമറി സംഭവങ്ങൾ? എന്താണ് ഇതിൻ്റെ ഉടമകൾ നൽകുന്ന വിശദീകരണം? അനിൽ നമ്പ്യാർ, നിലവിൽ ഔദ്യോഗികമായ ഉടമകൾ പ്രതികരിച്ചിട്ടില്ല. ആകെ പ്രതികരിച്ചത് സെക്യൂരിറ്റി ജീവനക്കാരൻ, കൂടാതെ തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്, ജില്ലാ മേധാവി കൂടിയാണ് സൂരജ്. അദ്ദേഹമാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നതിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇപ്പോൾ നൽകാൻ സാധിച്ചിട്ടില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നതിലും നിലവിലൊരു വ്യക്തതയില്ല. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെയും ജില്ലാ ഫയർഫോഴ്സ് മേധാവി പറയുന്നത് പോലെയും തങ്ങൾ പരിശോധിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു. കൂടാതെ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആണോ
കാര്യത്തിലും ഒരു വ്യക്തത തേടുകയാണ് ഫയർഫോഴ്സ്. അതിൽ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകളും ഒപ്പം തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം ഉള്ളിലേക്ക് കടന്നതിന് ശേഷം, അതായത് പൂർണ്ണമായും അണച്ചതിന് ശേഷം ഈ കെട്ടിടത്തിൽ ആദ്യം തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തിയാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു വലിയ അപകടം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സെക്യൂരിറ്റി ജീവനക്കാരൻ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. വാഹനങ്ങളുടെ ഇടയിൽ കസേരയിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ആ ഭാഗത്തൊക്കെ ഇന്നിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കണ്ടാൽ തീ പൂർണ്ണമായും കത്തി നശിച്ചൊരു സ്ഥലമാണ്. എന്തായാലും അദ്ദേഹം ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവന് ഒരു കേടുപാടുകളും സംഭവിച്ചില്ല. അതായത് തലസ്ഥാനത്ത് ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തം അത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പല കെട്ടിടങ്ങൾക്കും ഈ ഫയർഫോഴ്സിന്റെ എല്ലാ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നതൊക്കെയുള്ള ഒരു ചോദ്യം ഒരു ഭാഗത്ത് ഉയരുകയാണ്. എന്തായാലും ഇവിടെയും ആ ആശങ്കകളുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അധിക കൺസ്ട്രക്ഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ മാനദണ്ഡം പാലിച്ചാണോ, നഗരസഭയൊക്കെ അറിഞ്ഞുകൊണ്ടാണോ, അവരുടെ അനുമതി കൃത്യമായി നൽകിയിരുന്നോ, അതോ അനുമതി നൽകാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ, ഫയർഫോഴ്സ് സമ്മതിച്ചിരുന്നോ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ നടത്താൻ എന്നതടക്കമുള്ള ഒരു കൂട്ടം ചോദ്യങ്ങൾക്ക് ഉത്തരം വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ പെരുന്നാൾ ദിനത്തിൽ ഒരു ശുഭകരമായ വാർത്ത ഈ മണിക്കൂറിൽ നമുക്ക് നൽകാം. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. വാഹന ഗതാഗതം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടുന്ന് വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കരയിലേക്കും കോട്ടയത്തേക്കും ഒക്കെ പോകുന്ന വാഹനങ്ങൾ കടന്നുപോകുന്ന എം സി റോഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഡൈവേഷന്റെ ഭാഗത്താണ്, ലൂർദ് പള്ളിക്ക് ഓപ്പോസിറ്റാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. വാഹനങ്ങളൊക്കെ തിരിച്ചുവിട്ടിരിക്കുകയാണ്. എന്നാലും തീ നിയന്ത്രണ വിധേയമായതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഫയർഫോഴ്സ് വാഹനങ്ങൾ മാറ്റിയതിനു ശേഷം മാത്രം ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. എന്തായാലും ആശങ്കകൾ ഒഴിയുന്നു. ഇനി അറിയേണ്ടത് ഇതിന്റെ വ്യക്തമായ കാരണമാണ്. എന്താണ് അപകടത്തിലേക്ക് എത്തിച്ചത്? അത് ഏതെങ്കിലും അട്ടിമറിയാണോ അതോ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നതിൽ ഒരു വ്യക്തത ഒരു മണിക്കൂറിൽ മാത്രമേ വരികയുള്ളൂ. അനിൽ ശാലിനിയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത് വലിയൊരു അപകടമാണ് ഒഴിവായത്. എന്തായാലും ആളപായം ഉണ്ടായില്ല. തലസ്ഥാന നഗരിയിൽ വൻ തീപിടുത്തം. PMGയിലെ TVS സ്കൂട്ടർ ഷോറൂമിനാണ് തീപിടിച്ചത്. 10 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഇപ്പോൾ എല്ലാം ശാന്തമാണ്, സ്ഥിതിഗതികൾ ശാന്തമാണ്.